അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരി വൺ. നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 18ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നാം പരിചയപ്പെടുന്നത് നമുക്കെപ്പോഴും അത്യാവശ്യമായി വരുന്ന ഒരു സെൻറ്റൻസിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. അതായത് വളരെയധികം ചൂടേറിയ വാദപ്രതിവാദങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ, ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് വളരെയധികം ചൂടേറിയ സംവാദങ്ങളിലൊക്കെ നമുക്ക് പറയേണ്ടി വരാറുണ്ട്. ആ ഒരു ഘട്ടത്തിലുള്ള സെൻറ്റൻസ് എങ്ങനെ പറയാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് പറയാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ലെറ്റ് ഉപയോഗിക്കുക, അതിനുശേഷം നടുവിൽ മീ എന്ന ആ ഒരു വേർഡ് ഉപയോഗിക്കുക, അതിനുശേഷം വെർബ്. ഇതാണ് ഇതിൻ്റെ വാക്യഘടന. അപ്പോൾ ലെറ്റ് മീ എന്നതിന് ശേഷം വെർബ് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ ആ കാര്യം ചെയ്യട്ടെ എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ലെറ്റ് മീ ഫിനിഷ്, ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. വാദപ്രതിവാദങ്ങളിലും അതുപോലെ തന്നെ ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരാൾ കയറി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് പറയേണ്ടി വരാറുള്ളത് ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ എന്നാണ്, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ഇത് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്യഘടന എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ലെറ്റ് മീ ഫിനിഷ് എന്നുള്ള രൂപത്തിലുള്ള വാക്യഘടനയാണ്. ഫസ്റ്റ് ലെറ്റ്, രണ്ടാമത് മീ എന്ന് ഉപയോഗിച്ചു, മൂന്നാമത് വെർബ് ഉപയോഗിച്ചു. നമുക്ക് ഏതാനും ഉദാഹരണങ്ങൾ നോക്കാം. ലെറ്റ് മീ ഫിനിഷ്, ഞാൻ പൂർത്തിയാക്കട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ്, ഞാൻ പൂർത്തീകരിക്കട്ടെ. ലെറ്റ് മീ ഫിനിഷ് മൈ വേർഡ്സ്, ഞാൻ എൻ്റെ വാക്കുകൾ പൂർത്തീകരിക്കട്ടെ. നമുക്ക് നാലാമത് ആവശ്യാനുസരണം ഏത് വാക്കും ഉപയോഗിച്ച് നമ്മുടെ സെൻറ്റൻസിനെ ദീർഘിപ്പിക്കാം എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ വാക്കുകൾ ഞാൻ പൂർത്തീകരിക്കട്ടെ എന്നാണ് ലെറ്റ് മീ ഫിനിഷ് മൈ വേർഡ്സ് എന്ന് നമുക്കവിടെ ചേർത്ത് കൊടുക്കാം. ലെറ്റ് മീ സേ, ഞാൻ പറയട്ടെ. ലെറ്റ് മീ സേ ദാറ്റ്, ഞാൻ അത് പറയട്ടെ. ലെറ്റ് മീ സേ ഹിം, ഞാൻ അവനോട് പറയട്ടെ. ഈ രൂപത്തിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഓരോ വാക്കുകളെ, സെൻറ്റൻസുകളെ ദീർഘിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലെറ്റ് മീ സ്പീക്ക്, ഞാൻ സംസാരിക്കട്ടെ. ലെറ്റ് മീ സ്പീക്ക് ഫോർ ദം, ഇവിടെ ഒരു പുതിയൊരു വേർഡ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. അപ്പോൾ ദം, അവരെ, അവർക്ക്, അവരോട് എന്നുള്ള വാക്ക് ദം എന്നാണല്ലോ. അതിൻ്റെ തൊട്ട് മുമ്പ് ഫോർ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോർ ദം, അവർക്ക് വേണ്ടി എന്നുള്ള അർത്ഥം കിട്ടും. ലെറ്റ് മീ സ്പീക്ക് ഫോർ ദം, ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കട്ടെ. ലെറ്റ് മീ സ്പീക്ക് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കട്ടെ. ലെറ്റ് മീ സ്പീക്ക് ഫോർ ഹർ, ഞാൻ അവൾക്ക് വേണ്ടി സംസാരിക്കട്ടെ എന്നുള്ള അർത്ഥം കിട്ടും. ആവശ്യാനുസരണം നമുക്കതിനെ ചേർത്ത് കൊടുക്കാം. ലെറ്റ് മീ ആഡ് ദാറ്റ്, ഞാൻ അത് കൂട്ടിച്ചേർക്കട്ടെ. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നതിനുള്ള വെർബാണ്. നമുക്ക് ഏവർക്കും വളരെയധികം പരിചിതമായ ഒരു വേർഡ് കൂടിയാണ് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നാണ്. അതൊരു വെർബാണ്. ആ വെർബിനെ, ഏതൊരു വെർബിനെയും നമുക്ക് ഇവിടെ മൂന്നാമത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മുൻ പാഠങ്ങളിലൊക്കെ വെർബിനെ ഉപയോഗിക്കാൻ പറഞ്ഞിടത്ത് നമുക്ക് ഉപയോഗിച്ചാൽ അതാത് അർത്ഥങ്ങൾ കിട്ടും, പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ലെറ്റ് മീ ആഡ് യു, ഞാൻ നിന്നെ കൂട്ടിച്ചേർക്കട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓരോ സന്ദർഭാനുസരണത്തിൽ ആവശ്യാനുസരണം പറയാവുന്നതാണ്. അതുപോലെ തന്നെ ലെറ്റ് മീ സീ, ഞാൻ കാണട്ടെ എന്ന് പറയാം. ലെറ്റ് മീ വെയിറ്റ് ഫോർ ഹിം, ഞാൻ അവന് വേണ്ടി കാത്തു നിൽക്കട്ടെ, വെയിറ്റ് ചെയ്യട്ടെ എന്നൊക്കെയുള്ള സെൻറ്റൻസ്. ലെറ്റ് മീ ഒബ്സർവ് ദാറ്റ്, ഞാൻ അതിനെ നിരീക്ഷിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഫസ്റ്റ് ലെറ്റ് ഉപയോഗിച്ചു, രണ്ടാമത് മീ ഉപയോഗിച്ചു, അതിനുശേഷം വെർബ് ഉപയോഗിച്ചു. ലെറ്റ് മീ ഒബ്സർവ്, ഞാൻ നിരീക്ഷിക്കട്ടെ. ലെറ്റ് മീ ഒബ്സർവ് ഹിം, ഞാൻ അവനെ നിരീക്ഷിക്കട്ടെ. ലെറ്റ് മീ ഒബ്സർവ് ഹർ, ഞാൻ അവളെ നിരീക്ഷിക്കട്ടെ. ലെറ്റ് മീ ഒബ്സർവ് ഹിസ് ഫാദർ, ഞാൻ അവൻ്റെ പിതാവിനെ നിരീക്ഷിക്കട്ടെ. ലെറ്റ് മീ ഒബ്സർവ് ഹിസ് വൈഫ്, ഞാൻ അവൻ്റെ ഭാര്യയെ നിരീക്ഷിക്കട്ടെ. ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം സെൻറ്റൻസുകളെ മാറ്റാവുന്നതാണ്, നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്. വേണ്ട ആശയത്തിന് വേണ്ട വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്ന് ഉപയോഗിച്ച് നമുക്ക് ആശയം പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ലെറ്റ് മീ കംപ്ലീറ്റ്, ലെറ്റ് മീ സ്പീക്ക്, ലെറ്റ് മീ സേ, ലെറ്റ് മീ കം, ലെറ്റ് മീ ഗോ, ഞാൻ പോകട്ടെ എന്നാണ് ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞാൽ. ലെറ്റ് മീ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരട്ടെ. ലെറ്റ് മീ കം ടു ഹിസ് ഹൗസ്, ഞാൻ അവൻ്റെ വീട്ടിലേക്ക് വരട്ടെ. ലെറ്റ് മീ ഗോ ഹിസ് ഹൗസ്, ലെറ്റ് മീ ഗോ ടു ഹിസ് ഹൗസ്, ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോവട്ടെ. ഈ രീതിയിലൊക്കെ നമുക്കതിനെ നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്. ലെറ്റ് മീ ഡിസ്കസ് ദാറ്റ്, ഞാനത് ചർച്ച ചെയ്യട്ടെ.
ലെറ്റ് മീ ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക എന്നതിനുള്ള വർബാണ്. ലെറ്റ് മീ ഡിസ്കസ് ദാറ്റ്, ഞാനത് ചർച്ച ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ എന്നതിന് ഇവിടെ നമുക്കറിയാമല്ലോ, മീ എന്ന് പറഞ്ഞാൽ എന്നെ, എനിക്ക്, എന്നോട് എന്നതിനുള്ള വാക്കാണ് ശരിക്ക്. അത് ഈ ഒരു ഘടനയിൽ, ഈ ഒരു ഓർഡറിൽ വരുന്ന സമയത്ത് അതിന് ഈ ഒരർത്ഥമാണ് കിട്ടുന്നത്. ഈ ഒരർത്ഥം പ്രതിഫലിപ്പിക്കാനാണ് നമ്മൾ ഈ വേർഡ് ഓർഡറിനെ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഫോർ ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി എന്നാണ്. ഫോർ എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ ഹിം എന്ന് പറഞ്ഞാൽ അവനിക്ക് വേണ്ടി എന്നാണ്. ഫോർ മീ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി എന്നാണ്. ലെറ്റ് മീ സ്പീക്ക് ഫോർ മീ, ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കട്ടെ. ലെറ്റ് മീ ലിവ് ഫോർ മീ, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ. പല ആളുകളും പറയാറുണ്ടല്ലോ അവരവർക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ. അവരവർക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി തീർന്നു, ഇനി ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് ജീവിക്കട്ടെ എന്ന് പറയേണ്ടി വരുമ്പോൾ നമുക്ക് അതിന് എന്താണ് പറയേണ്ട സെൻറ്റൻസ്? ഫസ്റ്റ് ലെറ്റ്, പിന്നെ മീ, പിന്നീട് വെർബ്, ജീവിക്കുക എന്നതിനുള്ള വെർബ് ലിവ് എന്നാണ്. അപ്പോൾ ലെറ്റ് മീ ലിവ് ഫോർ മീ, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ എന്നായി അതിൻ്റെ സെൻറ്റൻസിൻ്റെ പൂർണ്ണരൂപം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി എന്നാണെങ്കിൽ ഫോർ ദം, നിനക്ക് വേണ്ടി എന്നാണെങ്കിൽ ഫോർ യു, അവന് വേണ്ടി എന്നാണെങ്കിൽ ഫോർ ഹിം, അവൾക്ക് വേണ്ടി എന്നാണെങ്കിൽ ഫോർ ഹെർ. ഈ രൂപത്തിൽ നമുക്ക് അവസാനത്തിൽ ഇതിനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് സെൻറ്റൻസിനെ വലുതാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പാഠത്തെ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. ഇനി തുടർന്നുള്ള പാഠങ്ങളും ഇതിന് സമാനമായ പാഠങ്ങളായിരിക്കും. വളരെ ചെറിയ വാക്കുകളുടെ ഒരു വേരിയേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും ഈ പാഠത്തെ വളരെയധികം പ്രാക്ടീസ് ചെയ്ത് സ്വായത്തമാക്കുക. അതോടുകൂടി ഈ പാഠം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.